സ്തോത്രത്തോടെ ആരംഭിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ ഒരു നിമിഷം അടച്ച് അധരങ്ങളെ ദൈവത്തിൽ തുറന്ന് അധരഫലമെന്ന സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഈ പ്രഭാതവേളയിൽ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. Hallelujah. Let us thank God for some time. Let us give glory to His holy name. Our God is worthy to be praised. Hallelujah. He alone is worthy to be worshipped. Let us worship God in spirit and truth this morning, in the presence of God. Hallelujah. Hallelujah. Let us thank God for all the ways that He has led us thus far. Let us thank God for all the blessings. Hallelujah. Let us thank God for all the choices, blessings that we are enjoying from the presence of God. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, നടത്തിപ്പുകൾ, ഹല്ലേലൂയ, അതോർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. കഴിഞ്ഞ വീക്കെൻഡ് ദൈവസന്നിധാനത്തിൽ ഉപവാസ പ്രാർത്ഥനയോടെ ദൈവസഭയായി വേറിട്ടിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ച് നമുക്ക് അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകളെല്ലാം ദൈവം ആശീർവദിക്കട്ടെ. Let us experience the presence of God as we are in His presence. Let us thank God, hallelujah, for His presence in our midst. Hallelujah. Where 2 or 3 are gathered in my name, I am in their midst. That's a promise that our Lord has given us. This morning, let us trust in that promise and let us experience the presence of God. Our Lord is in our midst. Hallelujah. കർത്താവിനെ സ്തുതിച്ചാട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉള്ളതിനാൽ തന്റെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്ന കർത്താവിനെ ഈ പ്രഭാതവേളയിൽ സ്തുതിച്ചാട്ട് മഹത്വം കയറ്റിക്കാട്ട് ഹാലൂയ അതിന്റെ സ്തോത്രയാകും ദൈവത്തിൽ അർപ്പിച്ച് ഹാലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്തു വരുന്നു. ഈ പ്രഭാതവേളയിൽ വിശുദ്ധ ആരാധനയ്ക്കായി ഈ പട്ടണത്തിന്റെ ഒരു കോണിൽ ഞങ്ങളെയും കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ആലയത്തിൽ കൂട്ടിവരുന്ന ദൈവത്തിന്റെ ഓരോരുത്തരെയും പേരുപേരായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലത്തെ ആരാധനയെ അങ്ങ് ആശീർവദിക്കണമേ. ശുശ്രൂഷകളെല്ലാം അങ്ങ് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കണം. മേശമേലുള്ള ശുശ്രൂഷകളെയും ഒന്ന് മാനിക്കണം. നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, കർത്താവ് ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന സത്യത്തിലും ആത്മാവിലും വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കായി അങ്ങ് കരുതിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ആദ്യോടൊപ്പം അവിടുത്തെ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുന്നു. മാനവും മഹത്വവും കർത്താവിന് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഓൺലൈനിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് പ്രത്യേക വന്ദനം. രാവിലെ കാലം ദൈവസന്നിധിയിൽ വിശുദ്ധ ആരാധനയ്ക്കായി നാം കൂടി വന്നിരിക്കുമ്പോൾ സന്നിധി ബോധത്തോടെ, ഭയഭക്തിയോടെ, ഹല്ലേലൂയ, ഏകാഗ്ര ഹൃദയത്തോടെ മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിച്ചു. So let us take away all those other thoughts away and let us concentrate upon the presence of God, the name of Lord. Hallelujah. Let us give some time to worship God with the fullness of our heart, fullness of our mind, fullness of our spirit. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ രാവിലെക്കാലം ഒരു സമർപ്പണത്തോടെ നമുക്ക് അടുത്ത് വരാം. പ്രിയ സഹോദരനോട് ചേർന്ന് ഗാനങ്ങൾ പാടി കരങ്ങളിൽ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം പിന്നെയും നന്ദി ഹൃദയത്തോടെ ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ യാത്രകളിൽ നമ്മളായിരുന്ന എല്ലാ അവസ്ഥകളിലും ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മളെ പരിപാലിച്ച കർത്താവ് ആമേൻ ഹല്ലേലൂയ 7 പൊൻനിലവുകളുടെ നിലവിളികളുടെ നടുവിൽ നിൽക്കുന്ന അവൻ നിലയ്ക്ക് ധരിച്ച് അവൻ മാറത്ത് പൊൻകച്ച ധരിച്ച സർവശക്തനായ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് തുല്യമായ കണ്ണുകളാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആമേൻ ഹല്ലേലൂയ മുഴങ്ങുന്ന ശബ്ദമാണ് കർത്താവിൻ്റെത്. മരുന്ന് പകൽക്കാലം ആ കർത്താവിന് ആമേൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആമേൻ ആ സർവശക്തനായ കർത്താവിന്റെ പാദത്തിൽ ആമേൻ ഹല്ലേലൂയ പിന്നെയും ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ ഹല്ലേലൂയ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായതുള്ള പാട്ട് പ്രാരംഭത്തിൽ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Yeshua.
Hallelujah.
ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൂട്ടിയെടുത്ത് കൃപയോർന്ന് നമ്മുടെ കരകളെ ഒരു ദൈവത്തെ സ്തുതിച്ചാണ്. അടുത്ത കാലം ചേർന്ന് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റുകൊണ്ട് കരകളെ തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികളിൽ വീടും മേൽ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ യഹോവയെ, എന്റെ യാഗപീഠങ്ങളെ തന്നെ എന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ തന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ആലയത്തിൽ വാൽക്കാൽക്കാൻ അയക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് പറയുന്ന സങ്കീർത്തനക്കാരോട് ചേർന്ന് ഹല്ലേലൂയ ആ സങ്കീർത്തനത്തെ ഗാനമാക്കി മാറ്റുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ എന്നുള്ള പാട്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ തിരുനിവാസത്തിന്റെ മനോഹാരിത, ബലം നിന്നിലുള്ളവർ ഭാഗ്യവാന്മാർ. ഇത് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷം നമ്മുടെ ബലമായി, നമ്മുടെ ഉള്ളങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മുടെ സംഗീതമായി നമ്മുടെ ബലമായി നമ്മുടെ കർത്താവുള്ളതിനാൽ കരങ്ങൾ തട്ടി ചേർന്ന് ഈ പഴയ ഗാനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ സ്തോത്രം. Glory to God. സേനയിനധിപൻ ദേവനിലതിയായ ആശ്രയമേവൻ. ഹല്ലേലൂയ. ആയവനേവനിലും അധിപനെ. സേനയിനധിപൻ ദേവനിലതിയായ ആശ്രയമേവൻ. ആയവനേവനിലും അധിപൻ. യാ
ഒരു ദിവസം നിങ്ങളുടെ സ്ഥലത്തിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാൻ അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങളുടെ സ്ഥലത്തിൽ കടന്നു വരുമ്പോൾ കൊടുക്കുവാനുള്ളത് അങ്ങ് വിളിച്ച് അങ്ങയുടെ അടികളുടെ ജീവിതത്തിൽ അപ്പ ഈ ഒരു നല്ലൊരു ഭാഗ്യം നിന്നായി സ്തുതിക്കുന്നപ്പ ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്തപ്പ നന്ദി അറിയുന്നു അപ്പ താഴ്ത്തുന്നു അപ്പൊ പാടുവാനുള്ള കൃപയൊക്കെ നിങ്ങൾ അടികൾ തന്നെല്ലാം സ്തോത്രം. അപ്പൊ ഇന്നത്തെ സങ്കീർത്തന അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. അപ്പൊ കുഞ്ഞുങ്ങളുടെ വാക്യങ്ങൾ നിങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ വരുന്ന നാളുകൾക്ക് അടിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ ശക്തിയും അടികൾ തന്നെ അടികളെ വഴി നടത്തുന്നതിനോട് പ്രാർത്ഥിക്കുന്ന പ്രവർത്തിയാൽ അപ്പൊ അടികളുടെ മുമ്പിൽ അപ്പൊ തിരുമേശം ഉണ്ടല്ലോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവം ചെയ്തെന്ന എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം അതിന് സന്നിധിയിലായിരിക്കാൻ ഇടയാകണമേ എന്ന കാര്യങ്ങൾ അടികളെ മുറ്റുമായി താഴ്ത്തുന്ന സമർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന മുറ്റുമായ ആദ്യം മുതൽ അവസാനം വരെ അവസാനത്തെ നിറയ്ക്കണമേ. എല്ലാം ദൈവനാമത്തിനകത്തുള്ള തീരുമാനം ഇടയാക്കട്ടെ. മാനവമൗത്ത് എടുക്കണം, വരവനെ ഒരുക്കണം. എല്ലാം യേശു നാമം തന്നെ. ദിവസം എഴുന്നേൽക്കാം. സങ്കീർത്തനം 40-ാം സങ്കീർത്തനം വായിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. സ്തോത്രം വാക്യ പ്രതികാരമായി വായിക്കാം. സ്തോത്രം Psalm 40. We will read this psalm responsively and give glory to God. 40-ാം സങ്കീർത്തനം Psalm 40. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്റെ ദൈവമായ യഹോവേ, നിന്റെ അത്ഭുത പ്രവൃത്തിയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ എന്റെ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ച് പോകട്ടെ. അടുത്ത വാക്യം ചേർന്ന് വായിക്കാൻ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായം വെടിയിക്കുന്നവനാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുതേ. നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദി സന്തോഷിക്കട്ടെ. നിന്നെ നിക്ഷേപിക്കുന്നവർ യഹോവ മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. Let us rejoice and glad in the name of Jesus. Hallelujah. This morning we are in the presence of God. Hallelujah. Even though we have a lot of limitations. Hallelujah. But our God is our help and our deliverer. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. താമസിയാതെ ദൈവത്തിന്റെ കരം നമുക്കായി വെളിപ്പെടുമെന്നുള്ള ആ പ്രത്യാശയുടെ വചനങ്ങൾ ഹല്ലേലൂയ രാവിലെ കാലം വായിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ദൈവസന്നിധാനത്തിൽ കൂട്ടിവരുത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം.
അങ്ങ് ഞങ്ങളെ കരുതിയില്ല, കരുതലിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഞങ്ങൾ 1000 കിടന്ന് ഞങ്ങളെ സൂക്ഷിച്ച ദൈവം ഭദ്രമേറിയ ചെറുകളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. യാത്രകളില്, പോക്കില്, വരവില് ഞങ്ങളുടെ ജീവിതത്തിന്റെ ചെറുതുവലുതുമായ എല്ലാ ആവശ്യങ്ങളിലും അന്ന് ഞങ്ങൾക്ക് മതിയായവനായി ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ ദാനമായി തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തി വഴി നടത്തിയ അവിടുത്തെ ദയക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ദിവസം ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളോട് ഇടപെടണമായി സന്നദ്ധനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാണ്. മാനവ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. അനുഗ്രഹീതമായി നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധാനത്തിൽ കടന്നുവന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമുക്ക് തരുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രത്തോളത്തെ സമയം ദൈവത്തിന്റെ സാന്നിധ്യം, ആരാധന അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്നല്ലോ. സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. 40-ാം സങ്കീർത്തനം. സ്തോത്രം. Psalm 40. It is a psalm by King David. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, യഹോവയ്ക്ക് വേണ്ടി വിടുതലിനായി കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് വിടുതൽ സംഭവിച്ചത് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. The psalm is starting with a testimony. Praise the Lord. ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു സാക്ഷ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പലരും സാക്ഷ്യം പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു എന്ന് പറയുന്ന സാക്ഷ്യമല്ല. സ്തോത്രം. അതിനപ്പുറമായി വീണ്ടെടുപ്പിന്റെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് ഭക്തന്മാരുടെ the testimony of the righteous. ഹല്ലേലൂയ. നമുക്ക് അതാ പറയാനുള്ളത്. നമുക്ക് മറ്റൊന്നും ദൈവത്തിൽ പറയാനില്ല. കർത്താവ്, നീ എന്നെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. You have restored me. When we are in the presence of God, we are worshiping God. That is the only thing we have. We are here to testify in the presence of God. Worship is an outcome of that testimony. നമുക്കുള്ള ആ സാക്ഷ്യം. Praise the Lord. We have a testimony. What is a testimony? God has restored me. ഇവിടെ പറയുന്നുണ്ട്, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. Praise the Lord. Hallelujah. നമുക്കായി പിളർക്കപ്പെട്ട പാറ. Praise the Lord. Hallelujah. My rock and my redeemer. Praise the Lord. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ എന്റെ കർത്താവ്. ഇത് പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ, we are on a stable ground. It is just because of the redemption that we had experienced through the cross of Calvary. കാൽവരിയിലെ വീണ്ടെടുപ്പിന്റെ പരിണിത ഫലമായിട്ട് നാം ദൈവത്തിലായിരിക്കുന്നത്. ഈ ലോകത്തിന്റെ എല്ലാ വഴികളും വഴിവഴുപ്പുള്ളതും സ്തോത്രം സ്ഥിരതയില്ലാത്തതുമാകുമ്പോൾ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ കർത്താവിന്റെ വീണ്ടെടുപ്പാണ് എന്നെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്റെ വായിൽ പുതിയ പാട്ട് വന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതം കണ്ട് പലരും ദൈവത്തിൽ ആശ്രയിക്കുക. Praise God. That is our testimony. It is not only that God has saved me, but by hearing my testimony, that will be a blessing of others. Hallelujah. That will be the reason of redemption for others. ഒരു സാക്ഷിയെ ഉളവാക്കുന്ന അനുഭവം അതാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, ആ വാക്യങ്ങൾ, ആദ്യത്തെ വാക്യങ്ങളിൽ ടെസ്റ്റിമണി പറയുക, സാക്ഷ്യം പറയുക. The rest of the verses we can see that he is declaring the praises to God. വീണ്ടെടുത്ത ദൈവത്തെ സ്തുതിക്കുക. Praise the Lord. ഇന്ന് രാവിലെ കാലം ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നേ? ഇവിടെ ചർച്ച ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്നു. ഞായറാഴ്ച രാവിലെ പോകണം എന്നുള്ളതല്ല. I have a personal reason to worship God and I am testifying. ഞാൻ മഹാസഭയിൽ സ്തോത്രം അത് മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ. പ്രിയമുള്ളവരെ, നമ്മെ കാണുമ്പോൾ, നമ്മുടെ ആരാധന കാണുമ്പോൾ, ഹല്ലേലൂയ, നാം എങ്ങനെ ആരാധിക്കേണ്ടത്? വീണ്ടെടുത്തവർ ആരാധിക്കുന്നതിൽ ആരാധിക്കണം. ചടങ്ങിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നത്. Praise the Lord. ചെങ്കടൽ കടന്ന മിരിയ എന്ത് ചെയ്തു? തപ്പെടുത്ത്. അവരോട് പറയേണ്ട ആവശ്യമില്ല. Let us start worship. Let us raise our hands. No need. She has experienced that deliverance, and automatically, spontaneously, that worship will come out. Hallelujah. When we experience the presence of God, there is no need for any leader to lead us into worship. Hallelujah. Praise the Lord. ദൈവസന്നിധിയിൽ തപ്പെടുത്ത് കരങ്ങളെ തട്ടി 10 കമ്പിയുള്ള വീണയും വാദ്യവും ദൈവത്തെ ആരാധിക്കുന്നത് വീണ്ടെടുപ്പിന്റെ ലക്ഷണമാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈദ്യ ലക്ഷണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പകരം സത്യത്തിലും ഭർത്താവിലും ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവവൈദ്യർ ഒരു കാര്യം പറയണം.
ഒരു വിടുതലിന്റെ സാക്ഷ്യം, ഒരു വീണ്ടെടുപ്പിന്റെ സാക്ഷ്യം. I have a testimony of redemption to declare the presence of God. പലപ്പോഴും അത് സാക്ഷ്യവാചകങ്ങളായി പറയാൻ എല്ലാവരും നമുക്ക് സമയം കിട്ടണമെന്നില്ല. എല്ലാ സഭായോഗത്തിലും നമ്മെ വീണ്ടെടുത്തതിന്റെ സാക്ഷ്യം പറയാൻ കഴിയത്തില്ല, അല്ലേ? സ്തോത്രം. ഇവിടെ ഉള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ നമുക്കിത് സഭായോഗം തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ our worship is an expression of that. നമ്മുടെ ആരാധന അതിന്റെ ഒരു എക്സ്പ്രഷനാണ്. ദൈവത്തെ സ്തുതിക്കുന്നത്, ഹല്ലേലൂയ. എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത്? എന്തിനാ അധരപൂർവ്വം ദൈവത്തെ മഹത്വപ്പെടുന്നത്? ആരും മിണ്ടിയില്ലെങ്കിൽ ദാവീദ് പറയാ, ഇനിയും ഞാൻ ദൈവത്തെ ആരാധിക്കും, ഇനിയും എന്നെ തന്നെ അനാവൃതനാക്കും, കാരണം എന്നെ വീണ്ടെടുത്തൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ, എന്നെ ഉയർത്തിയ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, വീണ്ടെടുപ്പിന്റെ സാക്ഷ്യം പറയുന്നവൻ, ഹല്ലേലൂയ, അത് അവന്റെ ആരാധനയിൽ പ്രകടമാക്കണം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, അത് വേദപുസ്തകത്തിന്റെ അവസാനത്തെ താളിൽ ഇന്ന ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എഴുതി വെക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവത്തിന് കഴിക്കുന്ന ആരാധനയിൽ നിന്റെ വീണ്ടെടുപ്പ്, ഹല്ലേലൂയ, നിന്റെ ഉദ്ധാരണം അത് പ്രകടമായിരിക്കണം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കാണുമ്പോൾ നമുക്കറിയാല്ലേ, സ്തോത്രം, അവരുടെ മുഖത്തൊരു തേജസ് ഉണ്ട്, ഒരു പ്രത്യാശയുണ്ട്. പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ, വെല്ലുവിളികൾ, ജീവിതത്തിലെ കഷ്ടങ്ങൾ, അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. രക്ഷിക്കപ്പെട്ടവനുമുണ്ട്, ദൈവമക്കളാകാത്ത ലോക മനുഷ്യർക്കുമുണ്ട്. പക്ഷേ the response is different. Hallelujah. The way they approach the difficulties in life, the challenges in life is so different. ദൈവത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ആശ്രയിപ്പാൻ മറ്റു പലതുമുണ്ട്, അതെല്ലാം അവർക്ക് മനസ്സിലാകും പിന്നീട്. അതുകൊണ്ട് സംഘടന സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റും. മറ്റു സ്ഥലത്ത് നാം കാണുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. It cannot be counted many times. It is always there. Hallelujah. But one thing is sure, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നാം ആലയത്തിൽ വന്നിരിക്കുന്നത് തന്നെ വിടുതലിന്റെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. We are sitting in the presence of God. That itself is a testimony of deliverance. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടോ, നമ്മൾ ഹല്ലേലൂയ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടോ, അല്ലെങ്കിൽ നാം കഴിക്കുന്ന മരുന്നിന്റെ ബലത്തിലോ, ഹല്ലേലൂയ സ്തോത്രം, അതുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റു നമ്മുടെ ആരോഗ്യത്തിന്റെ ആഴം കൊണ്ടൊന്നുമല്ല. സ്തോത്രം. നല്ല ഡോക്ടറിനെ കാണാൻ പറ്റിയത് കൊണ്ട് മാത്രമല്ല. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ദൈവത്തിൽ പറഞ്ഞ കർത്താവേ, ഒരു ദിവസം കൂടെ ജീവനോടെ എന്നെ കാത്തതിന് പിന്നിൽ നിനക്കൊരു ഉദ്ദേശമുണ്ട്. അതിന്റെ പ്രൈമറി പർപ്പസ് ഈസ് ടു വർഷിപ്പ് യു. ഹല്ലേലൂയ. നിന്നെ ആരാധിപ്പാൻ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ മാത്രമല്ല, മൈ ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ വർഷിപ്പ് ടുവാർഡ്സ് യു. Hallelujah. I dedicate myself, I rededicate myself, hallelujah, to worship you, to give glory to your holy name. Hallelujah. We have the Lord's table with us this morning. Hallelujah. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യമുണ്ട്. ഇതൊരു കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട്, നമ്മെ വീണ്ടെടുത്ത ഒരുവൻ നമുക്ക് വേണ്ടി മറുവിലയായി കുഴഞ്ഞ ചേറ്റിൽ തന്നെ കയറ്റിയിട്ട്, ഓ ഹല്ലേലൂയ, നീതിമാന്മാരുടെ കൂടെ എന്നെ പന്തിയിലിരുത്തിയ ആ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. പുറംതോടി പുറന്തള്ളപ്പെട്ട എന്നെ, ഹല്ലേലൂയ, ഇതിനെ ഞാൻ പറഞ്ഞതുപോലെ ക്രൂസിലെ കള്ളന്റെ സാക്ഷ്യം പോലെ, ഓ ജാതികളുടെ സംഖ്യയിൽ ഒന്നാമത്തവനെ പോലെ നാമവാൻ നിലനിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന സാക്ഷ്യമുണ്ട്, കർത്താവേ, ഇതിൽ പങ്കുകൊള്ളുവാൻ ഞാൻ യോഗ്യരായിരുന്നില്ല, എന്നെ യോഗ്യരാക്കിയ ആ കാൽവരിയിലെ സ്നേഹം, ഹല്ലേലൂയ, അത് നാം വിളിച്ചറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, പകൽക്കാലം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വീണ്ടെടുപ്പിനായി അവനെ സ്തുതിച്ചാണ്. മറ്റെല്ലാം മാറ്റിവെക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങൾ, ചെയ്ത ഉപകാരങ്ങൾ, വിടുതലുകൾ, സൗഖ്യം, ആരോഗ്യം, സമാധാനം, ഹല്ലേലൂയ, കുടുംബം, തലമുറ, ഹല്ലേലൂയ, കുടുംബജീവിതം, എല്ലാം നമുക്കോട് ദൈവത്തിന് നന്ദി പറയുവാൻ. പക്ഷേ ഹല്ലേലൂയ, പ്രൈമറി, ഹല്ലേലൂയ, ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്, ലിസ്റ്റിൽ ആദ്യം വരേണ്ടത്, ഹല്ലേലൂയ, രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് ഒരു ജീവനുണ്ടോ തിരിച്ചറിയുമ്പോൾ, ഒരു പുതിയ ദാനമായി ലഭിച്ചറിയുമ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത്, എന്നെ വീണ്ടെടുത്തിന്റെ കർത്താവിനെ ആ വീണ്ടെടുപ്പോർത്ത എനിക്ക് ദൈവത്തെ സ്തുതിപ്പാനുള്ളത്. അതാണ് ദൈവത്തിന്റെ ജീവിതം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ആരോട് വഴക്കുണ്ടാക്കണോ ചിന്തിച്ച് മൂടിയായിട്ട് എഴുന്നേൽക്കുന്നവരല്ല ദൈവമക്കൾ. ഹല്ലേലൂയ. അവർ വീണ്ടെടുപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. വീണ്ടെടുപ്പ് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരംഭിക്കുന്ന ഒരു ദിവസത്തിൽ മറ്റെല്ലാ പ്രശ്നവും അതിന്റെ കീഴിൽ വരും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലാണെന്നുള്ള ഉറപ്പോടെ നിന്റെ ആദ്യ ചൂട് നീ വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ പ്രതികൂലവും അതിന് കീഴില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പാപത്തിന്റെ അഗാധ കോപത്തിൽ നിന്ന് നമ്മെ ആർ വീണ്ടെടുക്കുമെന്നുള്ള ഒരു ചോദ്യമായിരുന്നു മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ചോദ്യം. ആഹാരമല്ല പ്രിയമുള്ളവരെ, ഓ ഹല്ലേലൂയ, നമ്മുടെ ഉപജീവനമല്ല, നമ്മുടെ മറ്റു സാധ്യതകളല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികൂലം രോഗമല്ല, യുദ്ധമല്ല, സമാധാനമല്ല. നമ്മുടെ ജീവിതത്തിൽ ഓ മരണത്തിന് വേണ്ടി പേർ ചാർത്തപ്പെട്ട പാതാളത്തിന്റെ ആടുകളായി നമ്മെ എണ്ണിയ, ഓ ഹല്ലേലൂയ, പാപത്തിന്റെ അടിമത്തമായി ചേർന്ന ഒരു കാലത്ത് വിടുതൽ പ്രാപിപ്പാൻ നിനക്ക് കഴിയില്ല.
എന്ന് മുദ്രയാർത്തപ്പെട്ട ഒരു കൂട്ടത്തെ യേശുവിന്റെ രക്തത്താൽ അവൻ വീണ്ടെടുത്തപ്പോൾ ആ ചെളിക്കുണ്ടിന്റെ ഏറ്റവും അടിയിൽ കിടന്നവനെയും കർത്താവ് സ്നേഹിച്ചതാ. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? പൗലോസ് പറയാൻ ഞാനതിൽ ഏറ്റവും മുന്നിലാ, ഭാവികളിൽ അഗ്രഗണ്യനാ, പക്ഷെ എന്നെ വീണ്ടെടുക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ ഓരോ കാലയളവിൽ ഓരോ സമയങ്ങളിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട ആ ദൈവത്തിന്റെ സ്നേഹമോർത്ത് ഇന്ന് രാവിലെ കാലം let us thank God for the love that God has showed us. Hallelujah. When we are approaching the Lord's table, don't approach it, hallelujah, praise the Lord, hallelujah, like a routine thing, hallelujah, ഒരു സാധാരണ സംഗതി പോലെ ഇതിന്റെ അടുക്കിലേക്ക് നാം കടന്നു വരുന്നത്. Let us make it so special. Let us make this moment so special by giving thanks unto God. Hallelujah. Praise the Lord for the redemption, for the redeeming power that I am enjoying day by day, moment by moment. Hallelujah. ഓരോ നിമിഷവും ഓരോ ചുവടെടുത്ത് വെക്കുമ്പോഴും സ്തോത്രം. ഞാൻ പറയാറുണ്ട് ഹല്ലേലൂയ. അപ്പച്ചനെ പറ്റി പറയും ഹല്ലേലൂയ. ഓരോ ചുവടിലും സ്തോത്രം പറയും. സ്തോത്രം ഒരു സ്തോത്രമല്ല, അനവധി സ്തോത്രം പറയും. ഇതിന് വേണ്ടി അറിയാമോ, ഈ ചുവടെടുത്ത് വെക്കുവാൻ കഴിയാത്തവരുണ്ട്, ഒരു ചുവടെടുത്ത് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു. അത് ഫിസിക്കലി ആണെങ്കിലും ജീവിതത്തിന്റെ ഹല്ലേലൂയ അനുഭവങ്ങളിലാണെങ്കിലും they are not able to take the next step of their life. Hallelujah. People are stuck. Hallelujah. Praise the Lord. People are stagnant. Many places they are not able to move forward. But our God has given us a grace. Hallelujah. അവന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. ആ കൃപയുടെ മഹത്വം എന്ന് അറിയാമോ, we are able to move. ഹല്ലേലൂയ. അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെത്താൻ അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ അനുഗമിപ്പാൻ ശിഷ്യത്വത്തിന്റെ മഹാത്മ്യം നമ്മളിലേക്ക് ചൊരിഞ്ഞ ആ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദാവീദ് പറയുക, പ്രശ്നമുണ്ട്, എന്റെ ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം, കർത്താവ് എന്നെ വിടുവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. There is a hope of deliverance. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് ഒരേ ഒരു പ്രതീക്ഷയെ നമുക്ക് നൽകുവാൻ കഴിയത്തുള്ളൂ, നമ്മുടെ കർത്താവിന്റെ നാമം. അതിലൊരിക്കലും നാം മടിച്ചു പോകരുത്. പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല, praise the Lord, but whenever you see a problem, whenever you see an issue that may be in different levels, but one thing, as a child of God, as a person who has Jesus living, our Lord living in our hearts, നമ്മുടെ ഉള്ളിൽ കർത്താവ് ജീവിക്കുന്നു എന്ന് ഉറപ്പുള്ള ദൈവപൈതൽ, ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ളവനെ പിടിച്ചു നോക്കുന്നത്, ജീവനുണ്ടോ നോക്കുന്നത് എങ്ങനെയാ? സ്തോത്രം. കണ്ണ് തുറന്നിട്ടില്ലെങ്കിലും കൈയും കാലും അനങ്ങുന്നില്ലെങ്കിലും സ്തോത്രം, അല്ലേ? ജീവനുണ്ടെന്നുള്ള ഒരു സാധ്യതയുമില്ലെങ്കിലും മെഡിക്കൽ പ്രൊഫഷണൽസ് പൾസ് പിടിച്ച് നോക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കി അവർക്കറിയാം ജീവനുണ്ടോ ഇല്ലയോ. തട്ടിപ്പോയതാ തോന്നുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും സ്തോത്രം, മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും നാടി പിടിച്ച് നോക്കിയിട്ട് പറയും he is alive, give him, praise the Lord എന്ന് പറയുന്നത് പോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ കർത്താവ് ഒരു ജീവന്റെ തുടിപ്പായി നിലനിൽക്കുന്നുവെങ്കിൽ there is hope. Hallelujah. There is hope to this world. നമ്മൾ എവിടെയായിരുന്നാലും, എത്ര വലിയ പ്രശ്നത്തിന് നടുവിലായിരുന്നാലും, ഏലിയാവ് പറയുക, കർത്താവേ ഇവന്റെ കണ്ണം തുറക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവന്റെ അടഞ്ഞ കണ്ണം തുറക്കണം. എന്തിനു വേണ്ടിയാ? ദൈവം ചെയ്ത പ്രവൃത്തിയെ ഒന്ന് തിരിച്ച് നമ്മളെല്ലാം നമ്മൾ നിരാശയുടെ വാക്ക് പറയുമ്പോൾ, അല്ലെ, ഹോപ്പ്ലെസ്നെസ് നമ്മൾ വിളമ്പുമ്പോൾ, അവിടെയെല്ലാം നിന്റെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവിനെ ഉയർത്തുവാൻ ഉള്ളൊരു അവസരമായി ഏത് പ്രതികൂലത്തെയും കണ്ടാൽ, ദൈവത്തിലെ this will be a different place. Hallelujah. This will be a different thing. Hallelujah. Your experience will be so different. The people who are with you, they will have a different experience. Hallelujah. പലർക്കും hallelujah വഴി അറിയത്തില്ല, അന്ധകാരത്തിൽ തപ്പി തടയുന്നവരാ. നിന്റെ ഉള്ളിൽ യേശുവിനുണ്ടെന്നുള്ളത് hallelujah നീ തിരിച്ചറിയുന്നത് ആ ജീവന്റെ തുടിപ്പ്, ജീവനുണ്ടെന്നുള്ളത് hallelujah. പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോഴും, ഭാരം വരുമ്പോഴും നീ ജീവിക്കുന്ന ദൈവമല്ല. ഓ അവൻ ജീവിക്കാൻ ഞാനും ജീവിക്കുന്നു. hallelujah, because he is alive. നമ്മുടെ കർത്താവ് ജീവിക്കുന്നിടത്തോളം നമുക്ക് ഈ ലോകത്തോട് ഒരു പ്രത്യാശയുടെ സാക്ഷ്യം പറയാനുണ്ട്, ഒരു പ്രത്യാശയുടെ സന്ദേശം അറിയിപ്പാനുണ്ട്. ഇന്ന് രാവിലെ കാലം അന്ന് പുറകോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം ഷെയർ ചെയ്താൽ ഈ ആരെയും നിറയും. പ്രൈസ് ദി ലോർഡ്. ഈ ഇരിപ്പിടങ്ങൾ നിറയും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളുടെ പ്രത്യാശ, നമ്മിലെ ജീവൻ, ഹല്ലേലൂയ, നമ്മിലെ പ്രകാശം, അത് പ്രകാശിക്കുവാൻ ആരംഭിച്ചാൽ അത് ഇരുളാകാതെ, അതിനെ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ കൊണ്ട്, ഭാരങ്ങളെ കൊണ്ട്, ഇരുളിനെ കൊണ്ട് മറയ്ക്കാതെ, ഓ കണ്ണിന്മേൽ കത്തിച്ച വിളക്ക് പോലെ, ഹല്ലേലൂയ, മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ അനേക നീതിയിലേക്ക് നയിക്കുന്ന ഒരു നല്ല അനുഭവം എന്റെ കർത്താവിന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. അത് വീണ്ടെടുപ്പോടുകൂടെ ആരംഭിച്ചതാ. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല എന്റെ സാധ്യത, മൈ റിഡംഷൻ. ഹല്ലേലൂയ, എന്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ഇവിടെ പറയുക, പ്രൈസ് ദി ലോർഡ്,
നീ എന്നെ സഹായിക്കുന്നവനും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. Praise the Lord. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷം. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാ, the joy of the is our strength. Hallelujah. ദൈവസന്നിധിയിലെ സന്തോഷം നമ്മുടെ ബലമാണ്. പ്രിയമുള്ളവരെ, രക്ഷയുടെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് രക്ഷിക്കപ്പെട്ട ഏറ്റവും വലിയ എക്സ്പ്രഷൻ? ഹല്ലേലൂയ. ജോയ് ഓഫ് ദ സാൽവേഷൻ. സത്യസന്ധമായി പറയട്ടെ, നിന്നെ കാണുമ്പോൾ രാവിലെ നമ്മളെ കാണുമ്പോൾ അയ്യോ ഇയാളുടെ മോൻ കണ്ടുപോയല്ലോ എന്ന് ചിന്തിക്കാൻ വരരുത്. നമ്മെ കാണുന്നവർ സന്തോഷിക്കണം. ഒരു സന്തോഷത്തിന്റെ പ്രയാസമൊക്കെ കാണും, വേദനയൊക്കെ കാണും, കൈക്ക് കാലിനും വേദന കാണും, അല്ലെങ്കിൽ ഒത്തിരി പരാതിയൊക്കെ നമുക്ക് പറയാൻ കാണും. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ സന്തോഷിക്കുന്നവരാണ്. Hallelujah. Don't be moody in the presence of God. ദൈവത്തോടെ പണങ്ങിയിരിക്കല്ലേ ഇന്ന് രാവിലെ കാലം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. സ്തുതിക്ക് എത്രയോ റീസൺസ് ഉണ്ട്. Hallelujah. എന്നാൽ Hallelujah, രക്ഷയുടെ സന്തോഷം Hallelujah, അത് സന്തോഷമായി ഒന്ന് പുറത്തു വരട്ടെ. Hallelujah. ദൈവസന്നിധിയിൽ Hallelujah, വെറുതെ സ്വന്തം ഉണ്ടാക്കിച്ചിരിക്കുകയല്ല. ആ സന്തോഷം ഉള്ളിൽ നിറയുമ്പോൾ സംഗീതകാരൻ പറയുക, ഒരു രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അത് നഷ്ടപ്പെട്ടവരെ അതിന്റെ വില അറിയത്തുള്ളൂ. Hallelujah. അതുകൊണ്ട് രാവിലെ കാലം ആ രക്ഷ സന്തോഷമായി, ആ രക്ഷ വിടുതലായി. Hallelujah. വിടുവിക്കപ്പെട്ടവനെന്ന് നിന്നെ കാണുന്നവർ പറയണം. Hallelujah. Praise the Lord. അതുകൊണ്ട് രാവിലെ കാലം ദൈവസന്നിധാനത്തിൽ Hallelujah, നമ്മുടെ രക്ഷയുടെ പ്രതീകമായ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഉദ്ധാരണം Hallelujah നമ്മിൽ വെളിപ്പെട്ടതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ നന്ദിയോടെ, ആ സന്തോഷത്തോടെ നമുക്ക് തിരുമേശയിലേക്ക് അടുത്ത് വരാം. Hallelujah. ഇന്ന് രാവിലെ കാലം കുഴഞ്ഞ ചേച്ചിൽ നിന്ന് എന്നെ കയറ്റി കർത്താവിനെ Hallelujah. പന്തിഭോജനത്തിൽ Hallelujah എന്നെ എഴുതിയ ദൈവം, Hallelujah എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ തിരുമേശ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. Hallelujah. അവന്റെ മരണ പുനരുത്ഥാനത്തെ വിളിച്ചറിയിക്കുക. His death and resurrection is being proclaimed through the Lord's Supper, but at the same time we are declaring His coming. Hallelujah. Praise the Lord. It is pointing towards the past, the redemption that we are enjoying in the presence of God, based on the death of Jesus on the cross of Calvary, His death and resurrection. Hallelujah. Praise the Lord. At the same time, it is pointing towards forward, the hope of eternity, that is our Lord is going to come. He has not come yet, but He is going to come. നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ അവൻ വേഗം വരുന്ന കർത്താവ്. വേഗം വരുന്നു. Hallelujah. Praise the Lord. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ, വേർപാടോടെ Hallelujah, ദൈവത്തിന്റെ സമർപ്പണത്തോടെ നമുക്ക് തിരുമേശയിലേക്ക് അടുത്ത് എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാം. ഇതുപോലെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനം Hallelujah, രക്ഷയുടെ സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ Hallelujah, let us give thanks unto God. Let us have a grateful heart in the presence of God. Let us approach the table with thanksgiving. Hallelujah. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് രാവിലെ കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. Oh God, you have redeemed us from the miry pit. Hallelujah. Praise God. There was no way possible to redeem us. You have given your life. Hallelujah. To redeem us from Master. ഞങ്ങളെ ഉദ്ധരിപ്പാൻ അവിടുത്തെ ജീവൻ നൽകിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. Hallelujah. ഇന്ന് രാവിലെ കാലം ദൈവസന്നമായിരിക്കുമ്പോൾ Hallelujah, നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. Hallelujah. രാവിലെ കേൾപ്പിച്ച വചനം പോലെ ദൈവസന്നിധിയിൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കേൾപ്പിച്ച ആലോചനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ തിരുമേശയിലേക്ക് അടുത്ത് വരുമ്പോൾ കർത്താവ് ഇന്ന് പകൽക്കാലം ശുശ്രൂഷ ആദരിക്കണം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. അവിടുത്തെ രാജ്യത്തിനായി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ, ഇത് ഞങ്ങൾക്ക് വിടുതലായി അനുഗ്രഹമായി തീരുവാൻ, ആർക്കും ശിക്ഷാവിധിയിൽ കാരണമായി തീരാതെ ആ ശുശ്രൂഷ ഏവർക്കും വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ശുശ്രൂഷ ആദരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ. Isaiah 41:10. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you. Yes, I'll help you. I'll uphold you with my righteous right hand. Psalms 138:1. I'll praise you with my whole heart. John 4:16. God is love, and he who abides in love abides in God, and God abides in him. Psalm 73:28. But it is good for me to draw near God. I have put my trust in the Lord God, that I may declare all His works. Psalm 34:8.
Oh, taste and see that the Lord is good. Blessed is the man who trusts in him. Serve your Lord with goodness. Come before his presence with singing. With God we will gain the victory, and he will trample down our enemies. Psalm 60 verse 12. 1 Peter 5:7. Cast all your anxiety on him, for he cares for you. Moreover, you led them by day with a cloudy pillar and by night with a pillar of fire, to give them light on the road which they should travel. Nehemiah 9 verse 12. Amen. Psalm 91 verses 14 to 16. Because he loves me, says the Lord, I will rescue him. I will protect him, for he acknowledges my name. He will call on me and I will answer him. I will be with him in trouble. I will honor him. I will live for him and honor him. With long life I will satisfy him and show him my salvation. 1 Peter chapter 2 verse 9. But you are a chosen generation, a royal priesthood, a holy nation, his own special people, that you may proclaim the praises of him who called you out of darkness into his marvelous light. Psalm 119 verses 17 and 24. Deal bountifully with your servant, that I may live and keep your word. Open my eyes, that I may see wondrous things from your law. I am a sojourner on the earth, hide not your commandments from me. You rebuke the proud accursed ones who stray from your commandments. Take away from me your reproach and contempt, for I have kept your law. Even though princes say and plot against me, you still will meditate on your statutes. Your testimonies are my delight, and they are my counselors. Then Jesus said to his disciples, It is hard for a rich man to enter the kingdom of heaven. And again I say to you, it is even easier for a camel to go through an eye of a needle than for a rich man to go into the kingdom of heaven. Matthew 19 verses 23 to 24. Good job, dear. കാണുമോ നിൻ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയനിൽ വരവേറ്റ മാസങ്ങളേ പരിഹാരം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയനിൽ വരവേറ്റ മാസങ്ങളേ പ്രതിഫലം ലഭിക്കുന്ന
നിങ്ങളായിരിക്കുന്നത്. ഒരു വേദഭാഗം വായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മധ്യേ പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്ന മറ്റു ചില കാര്യങ്ങളുടെ അവസാനം പറയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അതിനു മുൻപായി ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം. സ്തോത്രം. അവിടെയുള്ള ചില വാക്യങ്ങൾ, അതിന്റെ 18 മുതൽ 29 വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവനാമത്തിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. ബുക്ക് ഓഫ് ജോയൽ chapter 2 verse 18 to 29. വായിച്ചാട്ടെ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചു. അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീക്ഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയുമില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ദേശത്തേക്ക് നീക്കി. അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളയുന്ന സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസിമാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. Then the Lord will be zealous for his land and pay his people. The Lord will answer and say to his people, Behold, I will send you grain and new wine and oil, and you will be satisfied by them. I will no longer make you a reproach among the nations. But I will remove far from you the northern army, and will drive him away into a barren and desolate land, with his face toward the eastern sea and his back toward the western sea. His stench will come up, and his foul odor will rise, because he has done monstrous things. Fear not, O land, be glad and rejoice, for the Lord has done marvelous things. Do not be afraid, you beasts of the field, for the open pastures are springing up, and the tree bears its fruit, the fig tree and the vine yield their strength. Be glad then, you children of Zion, and rejoice in the Lord your God, for he has given you the former rain faithfully. And he will cause the rain to come down for you, the former rain and the latter rain in the first month. The threshing floors shall be full of wheat, and the vats shall overflow with new wine and oil. So I will restore to you the years with the swarming locust who has eaten, the crawling locust, the consuming locust, and the chewing locust, my great army which I sent among you. You shall eat in plenty and be satisfied, and praise the name of the Lord your God, who has dealt wondrously with you, and my people shall never be put to shame. Then you shall know that I am in the midst of Israel. I am the Lord your God, and there is no other. My people shall never be put to shame. And it shall come to pass afterward that I will pour out my spirit on all flesh. Your sons and your daughters shall prophesy. Your old men shall dream dreams. Your young men shall see visions. And also on my men servants and on my maid servants I will pour out my spirit in those days. Praise God. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. It's a long passage. I made this to be read in both language because we have to read and understand this. ഈ വചനം വായിച്ചെല്ലാവരും കേട്ടല്ലോ. ഇനി എല്ലാവരും കൊണ്ട് ശ്രദ്ധിക്കണം. ഇനി ആരും കുനിഞ്ഞിരുന്ന് വേദോസം നോക്കിയിരിക്കരുത്. സ്തോത്രം. വായിപ്പിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഇത് ദൈവത്തിന്റെ
ഉദ്ധാരണം, തന്റെ ജനമായ ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ ഒരു ഉദ്ധാരണ പ്രവൃത്തി, redemption that God is planning for His people. This redemption has come as a response to the repentance of people. ദൈവജനം അനുദപിച്ചപ്പോൾ അവരുടെ അനുതാപത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ് സ്തോത്രം, അവരെ ഉദ്ധരിക്കുക എന്നുള്ളത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് forgiveness. Repentance is not just involved. Repentance എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സാന്തരപ്പെടുക, നമ്മൾ ദൈവത്തോട് ക്ഷമ വയ്ക്കുക, തെറ്റിൽ നിന്ന് മടങ്ങി വരിക. സ്തോത്രം. നമ്മൾ പൂർവ്വസ്ഥിതിയിൽ പണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട repentance is like a U-turn. We are changing our ways. പക്ഷെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, it is not just changing our ways. It is not just changing our character or living a different life. അതിനപ്പുറമായി സ്തോത്രം മാനസാന്തരം അതിലൊക്കെ മുന്നേറുവാനിടയായി തീർന്നു. സ്തോത്രം. അവിടെ റിഡംഷൻ, ഉദ്ധാരണം ദൈവത്തിൽ നിന്ന് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരം കൊണ്ട് വലിയ പ്രയോജനമില്ല. സ്തോത്രം. പണ്ട് നാട്ടിൽ പറയാറുണ്ട്, മൂത്തമാവയുടെ മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞാണ്. സ്തോത്രം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പലരും മാനസാന്തരപ്പെടും, കൺവെൻഷൻ വരുമ്പോൾ ഉപവാസം വരുമ്പോഴൊക്കെ മാനസാന്തരപ്പെടും. പറയും, കർത്താവേ ഞാൻ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോവുകയില്ല. പലരും മാനസാന്തരപ്പെട്ട വ്യക്തി നമ്മുടെ ഇടയിലും ഉണ്ട്. ഒത്തിരി മാനസാന്തരപ്പെട്ടവരുണ്ട്. പലപ്പോഴും എല്ലാ ഫാസ്റ്റിംഗിലും അവരെ മാനസാന്തരപ്പെടും, എല്ലാ റിട്രീറ്റിലും അവരെ മാനസാന്തരം, എല്ലാ കൺവെൻഷനിലും അവർ കൈവക്കും. പക്ഷേ എന്തില്ല, ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, they have to yield themselves for godly redemption. Praise the Lord. ഒരു ഉദ്ധാരണം സംഭവിക്കണം. Praise the Lord. It is not that we are mending our ways. God shall pour out His purpose upon us. That is real redemption. Hallelujah. അവിടെയാണ് വ്യത്യാസം വരുന്നത്. Praise the Lord. ഇവിടെ യോവേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ വായിക്കുമ്പോൾ പ്രവാചകനിലൂടെ ഒരു ആഹ്വാനം തന്റെ ജനത്തിൽ വരികയാണ്. നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. Praise the Lord. വസ്ത്രം കീറുക എന്നുള്ള പുറമെയുള്ള ഒരാട്ടെ. ഓൾ ടെസ്റ്റ്മെന്റ് it is a common thing. Hallelujah. അവര് വിഷമം വരുമ്പോൾ, ദൈവസ്ഥലിൽ അനുദപിക്കുമ്പോൾ വസ്ത്രം കീറാറുണ്ട്. സ്തോത്രം. എന്നാൽ അത് വസ്ത്രം കീറുന്ന ആ ഒരു പുറമെയുള്ള പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങരുത്. പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം നുറുക്കപ്പെടണം. ഹല്ലേലൂയ. എന്ന് പറയാൻ മാറ്റം ഉള്ളിൽ വരണം. Praise the Lord. സ്ഥിരമായ സ്ഥായിയായ ഒരു മാറ്റം. ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നുള്ളത് അത് ജഡപ്രകാരം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ജഡം നമ്മെ അനുവദിക്കുമെന്ന്. ഇന്ന് നാം മനസ്സാന്തരപ്പെടും, ദൈവസാന്നിധ്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും മാറുവാൻ ശ്രമിക്കും. എന്നാൽ അടുത്ത നിമിഷം നാം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ധാരണത്തിന്റെ കരം നമ്മുടെ മേൽ പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിൽ വരുമ്പോൾ, ഹല്ലേലൂയ, മനസ്സാന്തരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷേ അത് തുടർന്ന് നിലനിൽക്കുവാൻ, സ്തോത്രം, God has to restore us. Praise the Lord. അത് മാനുഷികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. That is solely depending upon the act of God. ദൈവത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്താൽ സംഭവിക്കുന്ന കാര്യത്തെ വചനം വിളിക്കുന്ന പേരാണ് ഉദ്ധാരണം, വിടുതല്, വീണ്ടെടുപ്പ്. സ്തോത്രം. ഇത് രാവിലെ നാം അതിനെ കുറിച്ച് കേൾക്കുവാനിടയായിത്തീർന്നു. ഇവിടെ പ്രവാചകനായ യോവേൽ പ്രവാചകന്റെ ആ ഒരു ആഹ്വാനത്തോട് between 2:17 and 2:18 what happened we don't know, but we can understand that. നമുക്കറിയാം എന്താണ് അവിടെ ജനം മാനസാന്തരപ്പെടുവാനായിട്ട്. ഹല്ലേലൂയ. ജനം മാനസാന്തരം. ദൈവത്തിന്റെ ആഹ്വാനം ഹൃദയങ്ങളെ കീറുവാൻ, ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി ആഹ്വാനം കൊടുത്തപ്പോൾ ജനം മടങ്ങി വന്നു. പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ജനം മടങ്ങി വരുമ്പോൾ അവരുടെ മേൽ വരുത്തുമെന്ന് ദൈവം വിചാരിച്ചിരുന്ന അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ അവർ മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ ഉദ്ധരിക്കുക. സ്തോത്രം. ദൈവം അവരുടെ മേൽ ഒരു വലിയ വ്യത്യാസം വരുത്തുക. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നാം മാനസാന്തരപ്പെട്ടാൽ, നാം ദൈവത്തിൽ അപേക്ഷിച്ചാൽ, ദൈവത്തിൽ അതിനുവേണ്ടി നിലകൊള്ളുവാൻ, വില കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ഈ ദേശത്തോടും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധം നമുക്ക് അറിയിക്കാനുള്ള സന്ദേശം ഇതാണ്. And the message you would like to convey to this world, where are people who are around us, that is, hallelujah, when we repent, when we truly decide to change our minds, mend our paths, what happens? God will redeem us. Hallelujah. അതുകൊണ്ട് മാനസാന്തരം കൊണ്ട് അവിടെ നിൽക്കരുത്. സക്കായി പ്രശ്നം പഠിക്കുന്നുണ്ട്. സക്കായി കർത്താവ് വന്ന് വിളിച്ച് അവന്റെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. സക്കായി പറഞ്ഞു, ഇനി ഈ പരിപാടിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വലിയ ഉദ്ധാരണം അവിടെ ഉണ്ടാകുക. ഇവനും അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടവനാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ ഭവനത്തിന് സമാധാനം വന്നിരിക്കുന്നു. സ്തോത്രം. നമ്മള് മാനസാന്തരപ്പെട്ടാലും സമാധാനം തരുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ.
മാനസാന്തരപ്പെട്ടിട്ടും സമാധാനമില്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഉദ്ധാരണ പ്രവർത്തനം തമ്മിൽ ആരംഭിച്ചിട്ടുള്ളതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ട് സക്കാരിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ട് കളവായി എടുത്തപ്പോൾ 4 പേരുടെ മടങ്ങി കൊടുക്കുകയും വല്ലതും ഹല്ലേലൂയ മോശമായി അന്യായമായി ചെയ്തിട്ടെല്ലാം മടക്കി കൊടുക്കുവാൻ ഒരു തീരുമാനമുണ്ടായി. അത് ഉദ്ധാരണത്തിന്റെ ആദ്യ പടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ടത് പറയുന്നത് കൊണ്ടല്ല, അത് നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടണമെങ്കിൽ അത് ദൈവത്തിന്റെ കരം വെളിപ്പെട്ടല്ലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ യോവേൽ പ്രവചനത്തിൽ നാം കാണുന്ന ഈ ഒരു ഉദ്ധാരണം, ദിസ് റിഡംപ്ഷൻ ഈസ് റിഫ്ലെക്റ്റിംഗ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഒരു ജീവിതത്തിന്റെ ആത്മീയ അനുഭവങ്ങൾ മാത്രമല്ല, സമസ്ത മേഖലയിലും ഒരു വ്യത്യാസം വരികയാണ്. സ്തോത്രം. First of all, we see that a blessing of redemption. Hallelujah. The Lord will honor you and answer your prayer. Praise the Lord. ഇതുവരെയും പല പ്രാർത്ഥനകൾക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മറുപടി ലഭിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നീ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ചില വഴികളും വിട്ടു സഞ്ചരിക്കാൻ നീ തയ്യാറാവുമ്പോൾ, ചിലതൊക്കെ വിട്ടുകളയുവാൻ തയ്യാറാവും, ചിലതിനോടൊക്കെ ക്ഷമിപ്പാൻ തയ്യാറാകുമ്പോൾ, ക്ഷമിക്കാൻ കഴിയാത്ത പലതും നാം ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യരുടെ മാന്യതയല്ല, അതിനപ്പുറമായി ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിയും. അത് 18-19 വാക്യം വായിക്കുമ്പോൾ അങ്ങനെ തന്നെ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിക്കുന്ന ഒരു ദൈവം. Praise the Lord. When the Lord is going to honor you, that is a different type of honor. അത് ലോകം തരുന്നത് പോലെ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോകം തരുന്ന മഹത്വമല്ല, ദൈവത്തിന്റെ ആ ആദരവ്. എന്നിട്ട് പറയുക, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. പ്രൈസ് ദി ലോർഡ്. വെട്ടുക്കിളിയും തുള്ളനും തിന്നുപോയ നഷ്ടത്തിന്റെ ഒരു കണക്ക് അവർക്ക് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. They were going through that loss. They are not able to get any blessing from the land. They are working hard for it. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഉഴുന്നുണ്ട്, സ്തോത്രം, പാകുന്നുണ്ട്. അതിന്റെ വിളവെടുക്കുവാൻ സമയമാകുമ്പോൾ അത് ശത്രുക്കൾ വന്ന് അപഹരിക്കുകയോ വെട്ടുകളിയും തുള്ളനും നിന്നുപോകുകയോ അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലാകുക. എന്നോട് പറയുന്നു, ഹല്ലേലൂയ, the Lord will remove your reproach. ഹല്ലേലൂയ. നിങ്ങളുടെ നിന്ദയെ ദൈവം എടുത്തു മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ. എന്നാൽ നിന്ദയെ എടുത്തു മാറ്റുവാൻ ദൈവത്തിനെ കഴിയൂ, സമാധാനം നൽകുവാൻ ദൈവത്തിനെ കഴിയൂ. The reproach shall be removed and that can be done only by our God. എന്തോ നിന്ദ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞ സ്വതന്ത്രം. ഇതിന്റെ സാധനം അങ്ങ് എടുത്തു മാറ്റാൻ. പ്രിയമുള്ളവരെ, ഇതിനെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ചിലതിനെ അങ്ങോട്ട് ഉദ്ധരിക്കുമ്പോൾ, when God redeems something, you will see a new shape for that. ഒരു പുതിയ മാനം കൈവരികയാ. Praise the Lord. ചിലരുടെ സ്വഭാവം വെളുക്കുമ്പോൾ മാറുവരണയായി തീരുകയാ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം. വടക്കുന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ നിന്ന് ദൂരത്താക്കും. ഹല്ലേലൂയ. ശത്രുവിന്റെ പ്രതിരോധത്തിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുക. സ്തോത്രം. ഇത് ആരാണ് ഇത് പ്രാപിക്കുന്നത്? സ്തോത്രം. 21 വാക്യം മുതൽ ദൈവം പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജനം ഇനി നിന്ന പാത്രമാകുകയില്ല, എന്റെ ജനം ഇനി ലജ്ജിക്കുകയില്ല. It is repeating again and again. Hallelujah. So the പല പ്രാവശ്യം പറയുന്നു എന്റെ ജനം, my people. It is not just the people of Israel. ഇസ്രായേൽ ജനം എന്നല്ല പറയുന്നത്, മൈ പീപ്പിൾ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ ഐഡന്റിറ്റി ഉണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു പിതാവുണ്ട്, ഞാൻ ദൈവത്തിന്റെ പൈതല. ഹല്ലേലൂയ. ദൈവം നമ്മെ നോക്കി പറയാ, എന്റെ ജനം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്വന്തം ജനമായി വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ മക്കളായി തീരുകയാ. ഇന്ന് രാവിലെ കാലം നമുക്ക് ലോകത്തിൽ നിന്നൊരു വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉണ്ട്. അത് നാം ദൈവമക്കളാണെന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ വിടുതല്, നമ്മുടെ അനുഗ്രഹം, നമുക്കുള്ള രോഗസൗഖ്യം പറയുന്നുണ്ടല്ലോ. രോഗസൗഖ്യം തന്റെ മക്കളുടെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് അവകാശമായിട്ടുള്ളതിനെ നാം നേടിയെടുക്കുവാൻ ശ്രമിക്കണം. അതിനൊറ്റ കാര്യമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഉദ്ധാരണകരം നമ്മൾ ചലിക്കുവാൻ നാം ഒന്ന് അനുവദിക്കണം. ഹല്ലേലൂയ. സ്വന്തം മാനസാന്തരപ്പെട്ടുകൊണ്ട് സ്വയം നീതിയിൽ ആശ്രയിക്കരുത്. മാനസാന്തരത്തിന്റെ അടുത്ത പടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മാനസാന്തരം നമ്മെ സ്വയനീതിയിലെ പരീശന്മാരെ പോലെ സ്വയനീതിയിലേക്ക് നയിക്കുന്നെങ്കിൽ it will not bring any blessing to us. Praise the Lord. We think that ദൈവസന്നിധിയിൽ കർത്താവിന്റെ മേശയോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളം തകർക്കപ്പെടുന്നില്ലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്ന നാളിൽ കണ്ണുനീരോട് നാം ദൈവത്തിൽ അടുത്ത് വന്നല്ലേ സ്തോത്രം. The same attitude we need to have every time when we approach the throne of grace. അല്ലാതെ നമ്മൾ we shall not be puffed up by the self-righteousness, but we need to humble ourselves every time when we are in the presence of God. ഓരോ സമയം ദൈവത്തിൽ
താഴുമ്പോൾ മാത്രമേ ദൈവത്തിന് ഉയർത്താൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പത്രോസ് പറഞ്ഞേ, ബലമുള്ള ദൈവത്തിന്റെ കയ്യിൽ താണിരിക്കും. എന്തിനാ? തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ. സ്തോത്രം. ദൈവത്തിന് വളരെ ഉയർത്തണമെന്നുണ്ട്, പക്ഷെ തമ്പുരാൻ എത്തിപ്പിടിക്കാൻ കഴിയുന്നതിൽ അപ്പുറം പൊങ്ങിയിരിക്കുക നമ്മള്. സ്തോത്രം. നമ്മൾ വലിയ പുള്ളികളാന്ന് പറഞ്ഞിരിക്കുക. തമ്പുരാൻ നമ്മെ തേടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അളവിലല്ല നമ്മൾ ആരും. സ്തോത്രം. ഹല്ലേലൂയ. ഫസ്റ്റ് ഫ്ലോറിൽ ദൈവം നമ്മെ തപ്പുമ്പോൾ നമ്മൾ 12ാമത്തെ നിലയില്ല. സ്തോത്രം. നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കുക, മറ്റു പല കാര്യങ്ങളും നേടിയെടുത്ത് നമ്മളിങ്ങനെ അഹങ്കരിച്ച് നിൽക്കുക. ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ സമയമായില്ലയോ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന തേടുന്നിടത്ത് നിന്നെ കണ്ടാൽ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. ബലമുള്ള ദൈവത്തിന്റെ കയ്യിൽ നാം താണിരിക്കുവാൻ ശ്രമിച്ചാൽ മറ്റാരുടെ കയ്യില് ഹല്ലേലൂയ ആയുധങ്ങളായി പോകരുത്. മറ്റാരുടെ കയ്യില് ഹല്ലേലൂയ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളായി നാം മാറരുത്. നാം ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ അവനറിയാൻ തക്ക സമയം നമ്മെ ഉയർത്തേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, വചനധ്യാനത്തോടെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ, ഹല്ലേലൂയ, താഴ്മയുള്ള ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കർത്താവിന് നമ്മൾ അവൈലബിൾ ആണ്. ഇഫ് യു ആർ അവൈലബിൾ ടു ഗോഡ് അറ്റ് ദ റൈറ്റ് ടൈം, ദൈവത്തിന് അറിയാം തക്ക സമയം. തക്ക സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും താമസിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അത് നേരത്തെ ആകുകയുമില്ല. അതാ ദൈവത്തിന്റെ സമയം. ഹല്ലേലൂയ. ഇസ്രായേൽ തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ, അവർ അനുദമിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, അനുദമിക്കുന്ന ഒരു ഹൃദയമുള്ള ദൈവപൈതൽ, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദിന്റെ അനുഭവത്തോടെ ഞാൻ ദാവീദ് പറഞ്ഞത്, ദാവീദിനെ അറിയാം ഒരിക്കലും ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല എന്നേ ആളുകൾ പറയൂ. ഓ, ഇനിയും നിനക്ക് രക്ഷയില്ല, ഈ ഒരു അവസ്ഥയിൽ ദൈവം ഇത് ക്ഷമിക്കത്തില്ല എന്നൊക്കെ ശത്രു നമ്മുടെ കാതിൽ പറയുമ്പോൾ ദാവീദിന്റെ അനുഭവത്തോട് ചേർന്ന് നമുക്ക് പറയാം, കർത്താവേ, ആര് മറന്നാലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ക്ഷമിച്ചില്ലേലും, ആരൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് തന്നില്ലേലും, എന്റെ ദൈവത്തിന്റെ ഹൃദയത്തെ നോക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്തതൊന്നും ദൈവസ്ഥനിൽ ഇല്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ കാലം ഒരു തീരുമാനം ദൈവസ്ഥനിൽ എടുക്കണം. കർത്താവേ, ഒരു മടങ്ങിയ വരവിന് ഞാൻ തയ്യാറാ. ആ മടങ്ങിയ വരവ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. ഹല്ലേലൂയ. ഈ മടങ്ങിയ വരവ് നിന്റെ ഉദ്ധാരണത്തിന് ഉതകുന്ന, ഓ ഹല്ലേലൂയ, നിന്റെ വീണ്ടെടുപ്പിന് ഉതകുന്ന, നീ എന്റെ സ്ഥാനം മാറ്റുന്ന, നിന്റെ സന്നിധിയിൽ എന്നെ ഉയർത്തുന്ന വലിയ വിടുതലുകൾ ഞാൻ പ്രാപിക്കുന്ന, അതെന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഞാനുമായി ചുറ്റും നിൽക്കുന്ന ഈവൻ ദ ലാൻഡ് വാസ് റെസ്റ്റോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമുക്ക് അധ്വാനിപ്പാൻ കഴിയും, കിളയ്ക്കുവാൻ കഴിയും, ഉഴുവാൻ കഴിയും, നമുക്ക് ജോലി ചെയ്ത് മണിക്കൂറുകൾ ഓവർ ടൈം ഒക്കെ ചെയ്യുവാൻ കഴിയും, പണം സമ്പാദിക്കാൻ കഴിയും. പക്ഷേ അത് നന്മയാക്കി തീർക്കുന്നത് ദൈവമാണ്. സ്തോത്രം. നമ്മളൊക്കെ പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അല്ലേ? സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദ ഹെവൻലി എക്കണോമി, ദ എക്കണോമിക്സ് ഓഫ് ഹെവൻ ഈസ് സോ ഡിഫറെന്റ്. പ്രൈസ് ദി ലോർഡ്. അല്പം കൊണ്ടും അധികം കൊണ്ടും നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയും നമ്മുടെ ദൈവം. സ്തോത്രം. ആ ഹെവൻലി എക്കണോമിക്സ് എന്ന് പഠിച്ചാൽ, അത് എം എ എക്കണോമിക്സ് എടുത്താൽ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദൈവസ്ഥലിൽ താണ്ടെന്നാല് ഹെവൻലി എക്കണോമിക്സ് പഠിക്കാൻ കഴിയുന്നത്. സ്തോത്രം. എന്റെ ആവശ്യം, സ്തോത്രം, 10 രൂപയാണ്. എന്റെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ, സ്തോത്രം, മറ്റൊരാളുടെ കയ്യിലും 1 മില്യൺ ഉണ്ട്, പക്ഷെ അവന്റെ ആവശ്യം 2 മില്യൺ ആണെങ്കിൽ അവനേക്കാൾ ഞാൻ ധനവാനാണ്. സ്തോത്രം. അറിയാൻ മനസ്സിലാണ് ഞാൻ പറയുന്നത്. ജെറുസലേം കാൽക്കുലേറ്റ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ആവശ്യം $10 ഉള്ളൂ, പക്ഷെ എന്റെ $100 ഉണ്ട്. ഇപ്പൊ $100 എന്റെ അക്കൗണ്ടിൽ $100 നിങ്ങൾ എന്നെ നോക്കി ചിരിക്കും. $100 വെച്ചിട്ട് പുള്ളി ഇരിക്കുക. പക്ഷെ എന്റെ ആവശ്യം $10 ഉള്ളെങ്കിൽ 2 മില്യൺ ഉള്ള നിങ്ങള് 4 മില്യന്റെ ആവശ്യമായിട്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ധനവാനാണ് ഞാൻ. ദാറ്റ് ഈസ് എ ഹെവൻലി എക്കണോമി. അവൻ എനിക്ക് തൃപ്തി തരുന്ന ദൈവമാണ്. കണ്ടന്റ്മെന്റ് ഈസ് എ സ്പിരിച്വൽ ഫ്രൂട്ട്. ഹല്ലേലൂയ. ഒരു ആത്മീക ഫലമായി കണ്ടന്റ്മെന്റ് എന്നുള്ളത്. അത് ആത്മീയ ലോകത്തൊക്കെ പലർക്കും അതില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും തൃപ്തിയില്ലാത്ത, ആരും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, ഹല്ലേലൂയ, പലതിലും സാറ്റിസ്ഫൈഡ് അല്ല. എത്ര അധ്വാനിച്ചിട്ടും, എത്ര സമ്പാദിച്ചിട്ടും, എത്ര സന്തോഷമുണ്ടായിട്ടും, എത്ര തിന്നിട്ടും, ഹല്ലേലൂയ, തൃപ്തി വരാത്ത അവസ്ഥ. ഹല്ലേലൂയ. പണ്ടൊക്കെ വിശപ്പുണ്ടായിരുന്നു, തിന്നാൻ സാധനമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇഷ്ടംപോലെ കഴിക്കാനുണ്ട്. ഫ്രിഡ്ജിലും സ്റ്റോറേജിലും, പിന്നെ അതും പോരാഞ്ഞിട്ട് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? സ്തോത്രം. പ്രിയമുള്ളവര്, ദൈവമാണ് ഉറക്കം തരുന്നത്. ഹല്ലേലൂയ. നല്ല കട്ടില് വാങ്ങിക്കാൻ കഴിയും, ഉറക്കം ദൈവത്തെ തരാൻ പറ്റത്തില്ല. സ്തോത്രം. ഉറക്കം തരാൻ മരുന്നിനൊക്കെ ഉറക്കമില്ലാത്ത അനേകരോട് സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞു, ഉറക്കമില്ല,
എങ്ങനെയായി ഉറക്കം കിട്ടുന്നത്? സ്തോത്രം. ഉറക്കമില്ലാതായ പലരുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടു പോയ പലരുണ്ട്. മരുന്ന് ആശ്രയിച്ചു, അതിന് മറുപടിയില്ല. മരുന്നിൽ ആശ്രയിച്ചാലും കുറച്ച് സമയം ഉറങ്ങും. എന്നാൽ ഇതൊന്നുമില്ലാതെ സമാധാനമായിട്ട് ഇവിടെയും വന്നിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിൽ അവരെ ഓർത്ത് സ്വന്തം ചെയ്താട്ട്. കാരണം അതിൽ വീട്ടിലോ ഉറക്കത്തില്ല, അമ്മാമ്മ വീട്ടിൽ ഉറക്കത്തില്ല, ഇവിടെയെങ്കിലും വന്നിരുന്ന് ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, എല്ലാവരും ഉണർന്നല്ലോ. ഞാനത് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവര്, സ്തോത്രം, ഉറക്കം ദൈവത്തിന്റെ ദാനമാണ്. ഒത്തിരി സെക്യൂരിറ്റി മെഷേഴ്സ്, അപ്പൊ എനിക്ക് ഈ രാജ്യം ഒത്തിരി സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടി പൈസ ലോക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ട് സെക്യൂരിറ്റിയുടെ സാധനങ്ങൾ ഒരുപാട്, ഈ ചർച്ചിലും ഉണ്ട്. സ്തോത്രം അല്ലേ? നമ്മുടെ അനുവാദം ആലയം തുറന്ന ഉടനെ അലച്ച് വിളിച്ച് എല്ലാം കൂടെ 4 വഴി കൂടെ ഫയറും പോലീസും എല്ലാം വരും. എന്നാലും സംരക്ഷണം നൽകാൻ ദൈവത്തിന് കഴിയും. സമാധാനം ദൈവത്തിന് നൽകാൻ കഴിയും. എത്ര മാത്രം Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളവരും ഉറങ്ങാത്തവരുണ്ട്. ഹല്ലേലൂയ. 4 വഴിക്കും ആളുകൾ കാവൽ നിൽക്കുക, പക്ഷേ ഹല്ലേലൂയ ഉറങ്ങാൻ കഴിയാത്ത, സമാധാനമില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആഹാരം ഇഷ്ടം പോലുണ്ട്, പക്ഷെ തൃപ്തി നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് മനസാന്തരം ദൈവത്തിന്റെ ഉദ്ധാരണത്തിലേക്ക് നമ്മെ മാറ്റണമെന്ന് പറയുന്നതിന്റെ കാരണം. ഹല്ലേലൂയ. ഇതിനോടുകൂടെ, മനസാന്തരത്തോടുകൂടെ ദൈവിക ഉദ്ധാരണം കൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാലേ നമുക്ക് സമാധാനം ലഭിക്കൂ, നമുക്ക് തൃപ്തി ലഭിക്കൂ, നമുക്ക് ഉറക്കം ലഭിക്കൂ, നമുക്ക് ഈ ലഭിച്ചതൊക്കെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് രാത്രി പകൽക്കാലം ഒരു നിമിഷം ഹല്ലേലൂയ ദൈവത്തിൽ പറഞ്ഞിട്ട്, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെ, ആ വിടുതലിനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എടുത്തുയർത്തുന്ന ഒരു ഉദ്ധാരണം എന്റെ ജീവിതത്തിൽ സംഭവിക്കണം. ദാവീദിന്റെ മേൽ അഭിഷേകതൈലം വീണു, പക്ഷേ ദൈവമാണ് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയത്. ഈ അഭിഷേകതൈലം വീണ സമയം മുതൽ സിംഹാസനത്തിൽ എത്തും വരെ ഒരു വലിയ സ്ട്രഗിൾ ആയിരുന്നു. ഹല്ലേലൂയ. ദൈവം അവനെ പഠിപ്പിച്ച അനേക കാര്യങ്ങൾ. ദൈവം പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ എന്നെ അഭിഷേകം ചെയ്തു, ഇസ്രായേലിന്റെ രാജാവാക്കാൻ വേണ്ടിയാണ് ചെയ്തത്, പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ കാര്യം സംഭവിക്കണം. അതിനുവേണ്ടി ഞാൻ പറയുന്നത്, ദൈവിക ഉദ്ധാരണം നിന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യണം. ഈ ദിവസങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, വിടുതലിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ആ വിടുതൽ ഒരു ഉദ്ധാരണമായി മാറണം. ഹല്ലേലൂയ. തലമുറകളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ആക്കേണ്ട ഇടത്ത് എത്തിക്കേണ്ടത് ദൈവത്തിന്റെ കരമാ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. നന്മ നൽകുവാൻ, പണം നൽകുവാൻ, അല്ലെങ്കിൽ അധ്വാനിപ്പാൻ ദൈവം ബലം നൽകും. എന്നാൽ അത് തക്ക ഇടത്ത് ചെല്ലുവാൻ നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ വരുന്ന പണം, ദൈവമേ, ദൈവഹിതമില്ലാത്തവരിടത്തേക്ക് ഇത് ഡൈവേർട്ട് ചെയ്യപ്പെടരുത്. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത ഒരു പെന്നി പോലും എന്റെ കയ്യിൽ വരരുത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവർക്കും തരണേ. എവിടുന്നെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ നല്ല ഒപ്പിക്കണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ്, ദൈവഹിതമില്ലാത്തത് ഈ എന്റെ അക്കൗണ്ടിൽ വരരുത്. ഹല്ലേലൂയ. അതെന്താ പ്രശ്നം അറിയാമോ? ഉദ്ധാരണം വരുമ്പോൾ തടസ്സമായി നിൽക്കുന്നത്. ദൈവത്തിന്റെ ചെലവ് എടുത്ത് ഉയർത്താൻ കഴിയത്തില്ല. ദൈവത്തിന് ദൈവനീതി പ്രകാരമുള്ളതിനെ എടുത്ത് ഉയർത്താൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് കഴിവുള്ളത് ദൈവം ഉയർത്താനുള്ളത്? എന്തുകൊണ്ടാണ് ദാവീദിന്റെ സഹോദരന്മാര് ഉയരവും പൊക്കമുള്ളവന്മാർ ഇല്ലാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. എന്തുകൊണ്ട് അഭിഷേകതയിലും അവരുടെ ഫലമേൽ വീഴാതിരുന്നത്? ദൈവനീതി വെളിപ്പെടുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ജനതയെ മാത്രമേ, ദൈവത്തിന്റെ അകതാരിൽ ദൈവനീതിയുമായി ബന്ധപ്പെട്ട ജനതയെ മാത്രമേ ദൈവത്തിന് ഉയർത്താൻ കഴിയൂ. ശമൂവേൽ പോലും ഹല്ലേലൂയ കണ്ണു മഞ്ഞിപ്പോയി ഓരോ പൊക്കം കണ്ടപ്പോൾ. ശമൂവേലിനോട് പറഞ്ഞു, പ്രവാചകനാ, ദൈവത്തിന്റെ പ്രവാചകനാ. എന്നിട്ട് ദൈവം പറഞ്ഞു, അവന്റെ ഉയരമോ പൊക്കമോ നോക്കരുത്, എനിക്ക് ഉയർത്താൻ ഒരുത്തനുണ്ട്. ഞാൻ ഉയർത്തുമെന്ന് നിശ്ചയിച്ച ഒരുവരുണ്ട്. എന്റെ നീതി വെളിപ്പെടുവാൻ ഞാൻ ഇഷ്ടം ചെയ്തിരിക്കട്ട, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുവരുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പകരം പ്രാർത്ഥിച്ചാണ്, കർത്താവേ, എന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, നിന്റെ കയ്യിൽ ഉയർത്തപ്പെടുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ നീ ആക്കി വെക്കണം. ഹല്ലേലൂയ. ലോകപ്രകാരം അവർ ഉയർന്നു പോയാൽ ഒരുപക്ഷേ നീ അവരെ തേടുമ്പോൾ നിന്റെ കയ്യിൽ അവർ കാണത്തില്ല. എന്നാൽ നിന്റെ കയ്യിൽ അവരാണെങ്കിലും, നിന്റെ കയ്യിൽ അവരാണെങ്കിൽ അവരെ തക്ക സമയത്ത് നീ ഉയർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവഹിതമില്ലാത്തയിടത്തേക്കും നമ്മൾ ആരെ ആക്കി വെക്കരുത്. ദൈവഹിതപ്രകാരം, if you are placed at the right place, God will restore us. Praise the Lord. അതുകൊണ്ട് സ്വയം നീതി നമ്മെ ഉയർത്തത്തില്ല. മാനസാന്തരവും പലപ്പോഴും നമ്മളെ ഒരു പരിധി വരെ ഉയർത്തത്തില്ല. ഉയർത്തുവാൻ എന്റെ ദൈവത്തിനെ കഴിയും. So restoration, redemption is purely an act of God. ആരൊക്കെ നമ്മളെ പൊങ്ങിയാൽ, അച്ഛൻ നല്ല അച്ഛൻ എന്ന് പറഞ്ഞാലും നമ്മൾ പൊങ്ങിപ്പോരുത്. ഈ പാസ്റ്റർ പ്രസംഗം, ഇതുപോലെ പ്രസംഗം ആരും കേട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞ പാസ്റ്റർ പൊങ്ങിപ്പോരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല പാസ്റ്റർ എന്ന് പറയുമ്പോൾ പൊങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ദൈവസഭയാ എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി ചാടണ്ട.
ഒരു കാര്യം, ദൈവമേ നിന്റെ കയ്യിൽ നിന്റെ സമയത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവസാന വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് ലാൻഡ് റെസ്റ്റോർ ആയി. പ്രൈസ് ദി ലോർഡ്. ഭൂമി ദൈവം ഉദ്ധരിച്ചു. ദൈവം നമ്മെ ആദ്യം മാനിച്ചു, അതിനുശേഷം ഭൂമിയെ ദൈവം ഉദ്ധരിച്ചു. ഹല്ലേലൂയ. മൈ പീപ്പിൾ, യുവർ ചിൽഡ്രൻ, ഓൾഡ് പീപ്പിൾ, യൂസ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെർവൻസ്, എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുക. ഇതാ പ്രശ്നം. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിനകത്ത് ഒഴിവുള്ളവരായ ആരുമില്ല. എല്ലാവരും ദൈവം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. വൃദ്ധന്മാരും അല്ലെ, ബാലന്മാരും, ചെറുപ്പക്കാരും, യൗവനക്കാരും, കൊച്ചു കുഞ്ഞുങ്ങളും, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകർന്നു. ഇതാണ് മാളിക മുറിയിൽ നടന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വെളിപ്പെട്ട എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്ന ഒരു കോമൺ പാത്രം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷ. സ്തോത്രം. അവിടെ ചിലര് പറഞ്ഞതല്ല. സ്തോത്രം. പൗലോസും പത്രോസും യോഹന്നാനും അവരുടെ മേൽ കരം വെച്ചു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയുടെ ഒരു ലക്ഷണമാണ്. ഹല്ലേലൂയ. അവിടെ ഇവിടെ 2-3 പേരിരുന്ന് കടവ് പൊട്ടിക്കുന്നവര് അന്യഭാഷ പറയുന്നതല്ല. സ്തോത്രം. അതിനപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുമ്പോൾ, എല്ലാവരും ഒരുപോലെ ഹല്ലേലൂയ ഉദ്ധരിക്കപ്പെടുമ്പോൾ, ദേശം ഉദ്ധരിക്കപ്പെടുമ്പോൾ, കുടുംബങ്ങൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ, വ്യക്തി ജീവിതങ്ങൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ, ദൈവസഭ ഉദ്ധരിക്കപ്പെടുമ്പോൾ, ദേശത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനം വ്യാപിക്കുമ്പോൾ എല്ലാവരും ഒന്നുപോലും ശേഷിക്കാതെ കർത്താവ് കണ്ട എല്ലാവരുടെ മേലും ആ മാളികമുറിയിൽ ഒരു മനസ്സോടെ കൂടുവാൻ ദൈവം ആഹ്വാനം ചെയ്തപ്പോൾ ആ അനുസരണത്തോടെ ദൈവത്തിൽ കടന്നു എല്ലാവരുടെ മേലും ഈ ആത്മാവ് പ്രവഹിക്കുക. എത്ര പേർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, അവിടുത്തെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുന്നത് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു പറഞ്ഞാട്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ സ്തോത്രം മാനസാന്തരത്തിന് ശേഷം സംഭവിക്കേണ്ട ആ ദൈവിക ഉദ്ധാരണത്തിനായി നാം വിധേയപ്പെടണം. ഹല്ലേലൂയ. അസമയമായി ദൈവഹിതമില്ലാത്ത അവസ്ഥകൾ നമ്മളെ സ്വയം ഉയർത്തുവാൻ ശ്രമിക്കരുത്. നമ്മുടേതായ അജണ്ട ഇതിനകത്ത് കൊണ്ടുവരരുത്. സ്തോത്രം. ദൈവത്തിന്റെ ഹിതം നമ്മിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിന് അറിയാം നമ്മെ എവിടെയൊക്കെ ആക്കി വെക്കണമെന്ന്. ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെടുന്ന ജീവക്കല്ലുകൾ നമ്മളെല്ലാവരും അങ്ങനെയുള്ള ജീവക്കല്ലുകളാണ്. ആലയത്തിന്റെ കല്ലുകളായി നമ്മെ എവിടെ വെക്കണമെന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ ആദ്യ സ്ഥാനം നിശ്ചയിക്കരുത്. ദൈവസ്ഥലം താണിരുന്നാൽ മതി. ദൈവം നമ്മെ തക്ക സമയത്ത് തുറന്നയുമാ. എത്ര പേർക്ക് ഈ മെസ്സേജ് ഹൃദയംഗമായി നേരിടാൻ കഴിയും? കർത്താവേ, ഹല്ലേലൂയ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ, എന്റെ തലമുറയിൽ, എന്റെ ഭവനത്തിൽ വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ ദൈവിക ഉദ്ധാരണം നമ്മിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ഈ ദൈവിക ഉദ്ധാരണത്തിന്റെ ഒരു വലിയ റിസൾട്ട് ഉണ്ട്. അതാ പറയാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമയത്തെ ഉദ്ധരിക്കും. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയ സംവത്സരത്തെ അവൻ മടക്കി തരും. പ്രൈസ് ദി ലോർഡ്. പറയാനുള്ളവർ വിചാരിക്കരുത് ഞങ്ങളുടെ സമയം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ദൈവം സമയത്തെ ഉദ്ധരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമയത്തെ ഉദ്ധരിക്കുമ്പോൾ ദൈവജനം ദൈവത്തെ സ്തുതിപ്പാടെ അയച്ചു. This is the outcome of real restoration. Hallelujah. Praise the Lord. ദൈവിക ഉദ്ധാരണത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഔട്ട്കം ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഹൃദയംഗമായി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്നിൽ ദൈവിക ഉദ്ധാരണം പൂർണ്ണമായിട്ടില്ല. മാനസാന്തരമേ നടന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. ഒരു മടങ്ങിയവരൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ദൈവം നിന്നെ ഉയർത്തണം. ഹല്ലേലൂയ. ദൈവിക ഉദ്ധാരണം നിന്നിൽ പൂർണ്ണമാകുമ്പോൾ ഹല്ലേലൂയ, ആരും പറയാതെ നീ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കും. ആരും പറയാതെ ആത്മാവിന്റെ ശക്തിയിൽ വെളിപ്പെടും. ആരും നിയന്ത്രിച്ചില്ല. മനുഷ്യന്റെ നിയന്ത്രണമല്ല, ദേവദാസന്റെ നിയന്ത്രണമല്ല, ഇവിടെ വായിക്കുന്ന ഇഷ്ടത്തിന്റെ നിയന്ത്രണമല്ല. പരിശുദ്ധാത്മാവ് ഒരുവിൽ വെളിപ്പെട്ടാൽ നിയന്ത്രണാതീതമായി ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ഉയർത്തപ്പെടുവാനെ അയച്ചിരും. അതാണ് ദൈവിക ഉദ്ധാരണത്തിന്റെ ആരാധനയിലെ പ്രകടമായ ഒരു തെളിവ്. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നതാണ്? നാവിന് നിയന്ത്രണമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ സ്തുതിപ്പാൻ പലരും നിയന്ത്രണമില്ലാതെ സംസാരിക്കും. പക്ഷെ ആരാധനയിൽ ഹല്ലേലൂയ നമ്മുടെ അധരങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അന്യഭാഷകൾ ദൈവസ്ഥലിൽ ഉച്ചരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരാധന, ദൈവത്തെ ഉയർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തും. എത്ര പേരെ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേരുടെ നാവിന്മേൽ പുതിയ പാട്ട് ദൈവം നൽകുകയാണ്? ഹല്ലേലൂയ. God will pour out his spirit upon all flesh. Hallelujah. Praise the Lord. പ്രിയമുള്ളവരെ, ആ ഒരു സ്തോത്രം, ആ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം വരുമ്പോൾ നമ്മിൽ നിന്ന് ആ ഒരു സ്തോത്രം, ആ കുറ്റബോധം മാറിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പണ്ട് സംഭവിച്ച മിസ്റ്റേക്കിനെ പറ്റി
ആ തെറ്റിനെ പറ്റിയുള്ള ആ ഭാരം മാറും. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുകയും സ്തോത്രം അത് ഒരിക്കലും ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നുള്ള തരത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അതാണ് കുറ്റബോധം മാറിപ്പോകുന്ന, നമ്മെ വേട്ടയാടുന്ന, നമ്മെ പിൻപറ്റുന്ന ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാലും കാണാത്ത അവസ്ഥയിൽ ഇസ്രായേലിന്റെ ഉദ്ധാരണം പോലെ ചെങ്കടൽ കടന്ന മിരിയാമിനെ പോലെ തപ്പെടുന്ന ദൈവത്തിൽ പാടി ആരാധിക്കുന്ന ഒരു വിടുതൽ പ്രാപിച്ച ഇതാ ഉദ്ധരിക്കപ്പെട്ട എന്റെ ജനം, വിടുതൽ പ്രാപിച്ച എന്റെ ജനം. ഹല്ലേലൂയ. എത്രവർക്ക് ദൈവസന്നിധിയിൽ ഈ ആത്മീക സന്തോഷം ഹൃദയത്തിന്റെ ആഴത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. ഹല്ലേലൂയ. ഇതും പോരാതെ വന്നിട്ട് സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന ഒരു ജന്മ സ്വപ്നങ്ങളെ കാണുന്ന ഹല്ലേലൂയ അനുഭവത്തിലേക്ക് ഈ ദിവസം ദൈവം നമ്മെ നടത്തട്ടെ. നമ്മുടെ മനസ്സാന്തരം ദൈവിക ഉദ്ധാരണത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്, ദൈവത്തിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവിക ഉദ്ധാരണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് പകൽക്കാലം restoration that God brings that shall reflect in all areas of our life. ഇന്ന് രാവിലെ കാലം ഒരു നിമിഷം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളുടെ ഭാഗം നമ്മെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന നിങ്ങൾക്ക് ആഴ്ചയുടെ ഒന്നാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയോട് സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭം ദൈവത്തിന്റെ മഹാസ്ഥാനത്തിൽ ഞങ്ങളോടുകൂടെ ഇന്നലെ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം വഴിയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനം നൽകി തന്നല്ലോ. അത് പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കിയതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ദാസനെ അതിനായി ബലപ്പെടുത്തിയോട് സ്തോത്രം. കർത്താവേ, അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ മനഃപ്പാഠവാക്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. നന്ദിയോട് സ്തോത്രം. അതേ കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണം, ആകർഷണ വലയത്തിൽ പൊതിഞ്ഞു കൊള്ളണം. കർത്താവിന്റെ ഹിതം പോലെ അവരായിരിക്കാനുള്ള ദൈവങ്ങളോട് നിരന്തോറും നിമിഷം തോറും നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ കർത്താവെ ദൈവസന്നിധിയിൽ അറിയിച്ച വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഞങ്ങളോട് കൂടി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ നിന്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാക്യത്തിന്റെ പ്രകാരം ഞങ്ങളോട് മനസ്സറിഞ്ഞ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ഒരു വഴി വലിയ കവിഞ്ഞൊഴുക്ക് ഈ ദേശത്തിന്മേൽ ഞങ്ങളിന്മേൽ ദൈവമായിട്ട് അങ്ങയുടെ നാമം ഞങ്ങളിൽ മഹത്വമെടുക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രമായ കർത്താവെ, ഞങ്ങളെ സഭയായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബമായി വ്യക്തിപരമായി ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന തിരുവനം പോലെ ആയി തീരുവാൻ, ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി അവിടുത്തെ ഹിതം പോലെ ജീവിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങളെ സഹായിച്ചു കൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മറുപടിയായി ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവം ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിന്റെ ഹിതം പോലെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന പ്രത്യേക യാത്രയാകുന്ന ദൈവമക്കളോടുകൂടെ കർത്താവിന്റെ കൃപ ഉണ്ടായിരിക്കുകയും തക്ക സമയത്ത് അവരുടെ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുവാൻ കർത്താവ് കൃപയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്ന ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ കാത്തുകൊള്ളണം, കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. അപ്പച്ചൻ തന്നെ ഞങ്ങൾ ജയമെടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥന കേട്ടതല്ല, നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരേ മനസ്സനി ഉടയ മഹോന്നത പരനേ വന്ദനം ദിനകാ ആമേൻ. മനസ്സലി ഉടയ വന്ദനം നിനക്കാമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിയിടുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗോത്സവവാസം കൂട്ടായ്മയും കാവലും
നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകവുമായുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ നേകുമുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേണ്ടമേ ദൈവം നമ്മെ സഹായിക്കട്ടെ.